ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം നമുക്ക് വായിക്കാം. 5:8 ഇങ്ങനെ പറയാണ്: നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കാം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പകലിനുള്ളവർ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളുടെ സ്വഭാവം, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് വിശ്വാസമുള്ളവരായിരിക്കണം. പകലിനുള്ളവർ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളുടെ സ്വഭാവം. വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വെളിച്ചം യേശു ക്രിസ്തുവിനെയാണ് വെളിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി പിതാവിൻ്റെ മക്കളായി തീർന്ന നാം ഓരോരുത്തരുടെയും സ്വഭാവം എങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്, ദൈവത്തിലുള്ള വിശ്വാസം, ദൃഢവിശ്വാസമുള്ളവരായിരിക്കണം. രണ്ടാമതായിട്ട്, ദൈവസ്നേഹം എന്ന കവചം ധരിക്കണം. ദൈവസ്നേഹം എന്ന കവചം, ദൈവം എങ്ങനെ നമ്മളെ സ്നേഹിച്ചോ അപ്രകാരം നമുക്കുള്ളവരെയും മറ്റുള്ളവരെയും ഒക്കെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ആ ദൈവസ്നേഹത്തിൻ്റെ കവചം ധരിക്കണം നാം. ആ കവചം ധരിക്കാത്തിടത്തോളം കാലം ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും കഴിയില്ല, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കഴിയില്ല. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത്, ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ ധരിക്കണം. രക്ഷയുടെ പ്രത്യാശ, എൻ്റെ രക്ഷയുടെ പൂർത്തീകരണം എനിക്ക് തരുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും എന്നുള്ള ആ പ്രത്യാശ നാം ധരിച്ചിരിക്കണം. ശിരസ്ത്രമായിട്ട് ധരിക്കണം, ഹെൽമറ്റായിട്ട് ധരിക്കണം. നാലാമതായിട്ട്, സുബോധമുള്ളവരായിരിക്കണം. ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കി സുബോധത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്രകാരം വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ